കുറേ ദിവസമായി ഇങ്ങനെ നിൽക്കുന്നതാണ് ഈ KSUക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അടിപിടി, അതിക്രൂരമായ ആക്രമണം. അത് പലയിടത്തും പടർന്നിട്ടുണ്ട്. KSUവിനൊപ്പം MSF ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടല്ലേ ഇനി കാണേണ്ടത്. അതെ, കഴിഞ്ഞ ദിവസം സംഭവിച്ച മാള D-സോൺ കലോത്സവത്തിൽ SFI നേതാക്കളെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 3 KSU നേതാക്കളെ കൂടി ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് അപ്പോൾ 6 പേരായി. നേരത്തെ 3 പേര് KSU നേതാക്കളായിട്ടുള്ള അക്ഷയ്, ആദിത്യൻ, സാരംഗ് എന്നിവരാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 പേർ കൂടി പിടിയിലായതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. വെള്ളിയാഴ്ച പകൽ ആലുവ മുപ്പത്തടത്തു നിന്നാണ് KSU നേതാക്കളായ അക്ഷയ്, ആദിത്യൻ, സാരംഗ് എന്നിവരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 3-ാം പ്രതിയാണ് ആദിത്യൻ. KSU കേരളവർമ്മ യൂണിറ്റ് പ്രസിഡന്റായ അക്ഷയിനെ കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ആദ്യം അറസ്റ്റിലായ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, സച്ചിൻ, സുദേവ് എന്നിവരെ ചാലക്കുടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ഇവർ വിയ്യൂർ ജില്ലാ ജയിലിലാണ്. തിങ്കളാഴ്ച രാത്രി 11:30യോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മാള ഹോളി ക്രോസ് കോളേജിൽ നടക്കുന്ന D-സോൺ കലോത്സവത്തിലെ മത്സരവിധിയിലെ അപാകതകൾ ചോദ്യം ചെയ്തതിന്റെ പ്രതികാരത്തിലാണ് SFI കേരളവർമ്മ യൂണിറ്റ് സെക്രട്ടറിയായ ആശിഷ് കൃഷ്ണയെ ഇരുമ്പുവടിയും മുളവടിയും ഉപയോഗിച്ച് പ്രതികൾ ആക്രമിച്ചത്. കൈരളി ന്യൂസ്, തൃശൂർ.